ഈ റെസിപ്പി ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ? അപ്പം മുരിങ്ങയില പൊടിയാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. അപ്പം അതെങ്ങനെ തയ്യാറാക്കണത് എന്ന് നോക്കാം. മുരിങ്ങയില വെയിലത്തിടാതെ തന്നെ ഉണക്കിയെടുത്ത് പൊടിച്ചതാണ് കേട്ടോ. അപ്പം അതൊരു 3/4 ഗ്ലാസ് വെള്ളത്തിൽ 1/2 ടേബിൾ സ്പൂണ് മുരിങ്ങയില പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം ചൂടുവെള്ളത്തിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ കലങ്ങി കിട്ടും കേട്ടോ. ഞാൻ പച്ചവെള്ളത്തിലാണ് ചെയ്യാറ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ മുരിങ്ങയിലയുടെ പൊടി വെയിലത്തിടാതെ തന്നെ ഉണക്കി പൊടിച്ചിട്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണെന്ന് വെച്ചെങ്കിൽ രാവിലെ ഒരു ഇത്തിരി 1/2 ടീസ്പൂൺ വേണമെന്നില്ല, 3/4 ഗ്ലാസ് വെള്ളത്തിൽ എല്ലാ അസുഖത്തിനും നല്ലതാണെന്നാണ് കേട്ടോ പറയണത്. ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളും ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റ് പറയട്ടോ. എല്ലാ അസുഖത്തിനും നല്ലതാണെന്നാണ് പറയണത്. പിന്നെ മുരിങ്ങയില എപ്പോഴും നല്ലതാണല്ലോ എല്ലാത്തിനും. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കിട്ടാ. ഞാൻ കുറച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചത് എടുത്ത് കാണിച്ച് തരികയാണ് നിങ്ങൾക്ക്. അപ്പോൾ ഞാനിതുകൊണ്ട് ഇന്നൊരു കറിയും വെക്കുന്നുണ്ട് കേട്ടോ. മുളകിട്ടതാണ്, പരിപ്പ് കറിയാണ്. പരിപ്പ് ചുവന്ന പരിപ്പ് എടുത്തിട്ടുണ്ട്. അതേപോലെ ചുവന്ന പരിപ്പ് എപ്പോഴും നല്ലതാണ് കേട്ടോ. മറ്റേ പരിപ്പിനേക്കാൾ നല്ലത് ചുവന്ന പരിപ്പാണ്. അതേപോലെ തക്കാളി, സവാള, പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് നന്നായി വേവിച്ചെടുക്കുക. കുക്കറിൽ ഇട്ട് കൊടുക്കേണ്ട, ചുവന്ന പരിപ്പ് എപ്പോഴും പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇതേപോലെ പാനിലിട്ടിട്ട് തന്നെ തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഊരി വെച്ച മുരിങ്ങയില ഇട്ട് കൊടുക്കുക. നിങ്ങൾ ഇതേപോലെ ഒന്ന് ഇല പൊടിച്ച് ഉണക്കി പൊടിച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടാ. എല്ലാ അസുഖത്തിനും നല്ലതാണെന്നാണ് പറയണത്. വെയിറ്റ് കുറയാനും അതേപോലെ തന്നെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള് എല്ലാത്തിലും ഞാൻ ഇതേപോലെ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. നിങ്ങളും അതേപോലെ നോക്കിയിട്ട് കമൻറ്റ് പറയട്ട. അപ്പം നമ്മുടെ മുരിങ്ങയില ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കടുക് പൊട്ടിച്ച് കൊടുത്തില്ലെങ്കിൽ മേലൊരു ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കടുക്, ഉണക്കമുളക്, വേപ്പിലൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ മുരിങ്ങയില കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങൾ മുരിങ്ങയില പൊടി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് കമൻറ്റ് പറയണം. അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോ ആയിട്ട് കാണാം.